ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ഞാൻ ആഡ് ചെയ്ത 39ാമത്തെ സ്റ്റോക്കാണ്. അപ്പോൾ ഇതിനു മുൻപേ പറഞ്ഞ 38 സ്റ്റോക്കുകൾ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന ചാനൽ നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് നോക്കി കാണാവുന്നതാണ്. എല്ലാ സ്റ്റോക്കിൻ്റെയും പേര് ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 38 സ്റ്റോക്കിൽ എന്താണ് പെർഫോമൻസ്? ഈ 38 സ്റ്റോക്കിന്റെ കഴിഞ്ഞ 7 മാസങ്ങളായി വീഡിയോ ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും ഒരു വീഡിയോ ചെയ്യാറുണ്ട്. ഒരു ആഴ്ച മാത്രമേ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എല്ലാ ആഴ്ചയിലും വീഡിയോ, എല്ലാ സൺഡേയിലും, സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാ സൺഡേ ആണ് ചെയ്യാറ്. അപ്പോൾ ഈ 38 സ്റ്റോക്കിൽ ഒരൊറ്റ സ്റ്റോക്ക് മാത്രം പറഞ്ഞ വിലയിൽ നിന്ന് ഏകദേശം 5% താഴെ പോയിട്ടുണ്ട്. ആ സ്റ്റോക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? അപ്പോൾ ആ സ്റ്റോക്ക് ഏതാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കമന്റ് സെക്ഷനിൽ അത് രേഖപ്പെടുത്തുക. ആ സ്റ്റോക്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ചൊക്കെ സ്റ്റോക്ക് അത് ആ ലെവലിൽ ഞാൻ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിഫ്റ്റിയിൽ നമ്മളൊരു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 24,500 ആയിരുന്നു. ആ ടാർഗറ്റ് നിഫ്റ്റി ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നിഫ്റ്റിയിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ബജറ്റിൽ 23-ാം തീയതി ജൂലൈ 23-ന് വരാൻ പോകുന്ന ബജറ്റിൽ ഷോക്ക് അനൗൺസ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത ടാർഗറ്റ് 25,200 ആണ്. ഏകദേശം വീണ്ടും ഞാൻ പറയാം, ഒരു മാസത്തിനുള്ളിലുള്ള ടാർഗറ്റ് 25,200 ആയിരിക്കും എന്നാണ് എൻ്റെ നിഗമനം. പിന്നെ കുറച്ച് സ്റ്റോക്കുകൾ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ സ്റ്റോക്കായിരുന്നു കാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് ലിമിറ്റഡ്. ആ സ്റ്റോക്ക് പറഞ്ഞ മൺഡേ ഓപ്പൺ ചെയ്തത് തന്നെ 1430 1410 വരെയൊക്കെ പോയിട്ട് അത് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി തന്നു. അതിനുശേഷം ആ സ്റ്റോക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ 1560 വരെ പോവുകയുണ്ടായി. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ബൗൺസ് തന്നു. അപ്പോൾ ഞാനതിൽ പെട്ടെന്ന് തന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടിയപ്പോൾ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ബാക്കി പകുതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ബാക്കി ഹോൾഡ് ചെയ്യുന്നു. പിന്നെ വേറെ സ്റ്റോക്ക് ഗുജറാത്ത് പിപ്പാവോ പോർട്ട്, അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. 242 വരെ പോവുകയുണ്ടായി, അത് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സിസ് ബാങ്ക് 1100 പറഞ്ഞ ആക്സിസ് ബാങ്ക് 1339 വരെ ഈ ഫ്രൈഡേ പോവുകയുണ്ടായി. അത് ഇപ്പോഴും നല്ല ലെവലിലാണ് നിൽക്കുന്നത്. അത് ഇനി അങ്ങോട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. വെൽസ്പൺ ലിവിംഗ് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് തന്ന് 179 വരെ പോവുകയുണ്ടായി. ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ വീണ്ടും 176 പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വീണ്ടും 290 വരെ പോയി. ഞാനത് മെജോറിറ്റി ഓഫ് പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ ലോങ് ടേമിലേക്ക്. അപ്പോൾ ഏകദേശം 80% ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷനിൽ പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സ്റ്റോക്കുകളുടെയൊക്കെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ആ ലൈക്ക് ഇപ്പം തന്നെ തന്നോളൂ. അതുകൂടാതെ തന്നെ എൻ്റെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ മാർക്കറ്റിൽ താല്പര്യമുള്ള ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നിവിടെ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരു ഓട്ടോമോട്ടീവ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ്. സുഹൃത്തുക്കളെ, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റുമല്ല. എന്റെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ പിക്ക് ചെയ്ത ചില സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും സ്വയം അനലൈസ് ചെയ്യുക, സ്വയം പഠിക്കുക, അതിനുശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ എല്ലാ സ്റ്റോക്കുകളും ഇങ്ങനെ കയറി പോകുന്നുണ്ടെന്ന് കരുതിയിട്ട് എല്ലാ സമയത്തും അത് സംഭവിക്കണമെന്നില്ല. എപ്പോൾ വേണമെങ്കിൽ മാർക്കറ്റിൽ ഓരോ സ്റ്റോക്കിലും ചിലപ്പോൾ ഒരു സ്റ്റോക്കിൽ 10-15% കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ റിസ്ക് എപ്പോഴും മനസ്സിൽ കാണുക. എല്ലാ സ്റ്റോക്കും എപ്പോഴും കയറി പോകില്ല. നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ ഞങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, അധികം നിങ്ങളേക്കണ്ട, എപ്പോഴും കോഴി ചക്ര കൊത്തൂല്ല എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ എല്ലാ സ്റ്റോക്കും എപ്പോഴും 10%, 15% ഒക്കെ പെട്ടെന്ന് തന്നെ കയറി പോകാനുള്ള ഒരു സാധ്യതയില്ല. ഇതൊക്കെ പറയുന്നത് മീഡിയം ടു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ഒരു സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക, പോർട്ട്ഫോളിയോയിൽ ഫോക്കസ് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിന്റെ പേരാണ് സുബ്രോസ് ലിമിറ്റഡ്. സുബ്രോസ് ലിമിറ്റഡ് 1985 സ്ഥാപിതമായ ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ്. അപ്പൊ ഇതില് ഇന്ത്യൻ പ്രൊമോട്ടർ 36.79% ഇന്ത്യൻ പ്രൊമോട്ടർ ഹോൾഡിംഗും ബാക്കി 20% ജപ്പാനിലെ ഡെൻസോ കോർപ്പറേഷന്റെ കയ്യിലും 1.96% സുസുക്കി മോട്ടോഴ്സിന്റെ കയ്യിലുമാണ്. ജപ്പാനിലെ സുസുക്കി മോട്ടോഴ്സിന്റെ കയ്യിലുമാണ് ഉള്ളത്. സുബ്രോസ് ഇന്ത്യയിലെ ലീഡിംഗ് ഓട്ടോമോട്ടീവ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. പ്രോഡക്ട്സ് പ്രധാനമായും വിറ്റഴിക്കപ്പെടുന്നത്
പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിലും കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലും പിന്നെ റെയിൽവേസിനും മറ്റുമൊക്കെയാണ്. വർഷത്തിൽ ഏകദേശം 15 ലക്ഷം AC യൂണിറ്റ് സിസ്റ്റംസ് നിർമ്മിക്കാൻ കപ്പാസിറ്റി ഉള്ള ഈ കമ്പനിക്ക് 7 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും 2 R&D സെന്ററുകളുമുണ്ട്. നോയിഡയിൽ അവർക്ക് 2 R&D ടൂൾ റൂം സെന്ററുകളുമുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ മെയിൻ മാർക്കറ്റ് ഇന്ത്യ തന്നെയാണ്. അതുകൂടാതെ പാസഞ്ചർ സെഗ്മെന്റിൽ 42% മാർക്കറ്റ് ഷെയറും കമേഴ്ഷ്യൽ സെഗ്മെന്റിൽ 51% മാർക്കറ്റ് ഷെയറും ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സുബ്രോസ് ലിമിറ്റഡ്. അതുകൂടാതെ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരു പുതിയൊരു റൂള് പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. ഓൾറെഡി അത് പാസ്സായി കഴിഞ്ഞു. ആ റൂളാണ് എല്ലാ ട്രക്ക് ക്യാബിനും നിർബന്ധമായും AC ആക്കണമെന്നുള്ള റൂള് വന്നിട്ടുണ്ട്. അത് കമ്പനിക്ക് വളരെ കാര്യമായിട്ടുള്ള ഗുണം ചെയ്യും. ഏകദേശം കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് 250 കോടിയുടെ ഒരു മാർക്കറ്റാണ് ഈ ട്രക്ക് ക്യാബിൻ ACക്കുള്ള ഒരു മാർക്കറ്റായി കണക്കാക്കപ്പെടുന്നത്. അതിൽ ഭൂരിഭാഗവും നല്ലൊരു ശതമാനം സുബ്രോസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ മെയിൻ ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി, മഹീന്ദ്ര, റെനോ, ഡെൻസോ, ടാറ്റ മോട്ടോഴ്സ്, ഫോഴ്സ് മോട്ടോഴ്സ്, SML, ഇസുസു, അശോക് ലേലൻഡ്, BHEL, റെയിൽവേസ് എന്നീ സെഗ്മെന്റിലാണ് ഇവരുടെ പ്രധാനമായും പ്രൊഡക്റ്റുകൾ അവർ വിൽക്കുന്നത്. കമ്പനി അടുത്ത ഒരു വർഷത്തേക്ക് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഡബിൾ ഡിജിറ്റ് സെയിൽസ് ഗ്രോത്ത് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ ഈ കഴിഞ്ഞ വർഷത്തെ മാർജിൻ 8.6% ആയിരുന്നു. ആ മാർജിൻ അവർ അടുത്ത വർഷത്തേക്ക് ഏകദേശം 10% ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 2-3 വർഷത്തേക്ക് അത് ഒരു 12% മാർജിൻ ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കാരണം റോ മെറ്റീരിയൽ പ്രൈസൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കോസ്റ്റ് ഒപ്റ്റിമൈസേഷനും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മാർജിൻ ഉയരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മാനേജ്മെന്റ് കരുതുന്നത്. റെയിൽവേ കോച്ചൊക്കെ AC ആക്കാനുള്ള ബിസിനസ്സിലും അതുകൂടാതെ റെഫ്രിജറേറ്റഡ് ട്രക്കിൽ, അതായത് പെരിഷബിൾ ഗുഡ്സ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പോലെയുള്ള ഫിഷൊക്കെ പോലെയുള്ള പെരിഷബിൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എയർ കണ്ടീഷൻസ് ട്രക്ക് ബിസിനസ്സിലും അവർ നല്ലൊരു പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരും വർഷങ്ങളിൽ ഈ കമ്പനിക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യൽ നൽകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു കാരണത്താലാണ് ഈ സ്റ്റോക്ക് ഞാൻ ഇവിടെ ഇന്ന് സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. സ്റ്റോക്കിന്റെ കറന്റ് പ്രൈസ് 697 രൂപ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4547 കോടി രൂപ, 52 വീക്ക് ഹൈ 778, 52 വീക്ക് ലോ 346. സ്റ്റോക്കിന്റെ കറന്റ് PE ആണ് 46.6, സെക്ടർ PE 37. സ്റ്റോക്ക് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ROC 16.5, ROE 10.7, EPS ആണെങ്കിൽ 15. ഡെറ്റ് ഫ്രീ കമ്പനിയാണ്, പ്ലഡ്ജിംഗ് ഇല്ല. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി ഓൾറെഡി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊമോട്ടർ കയ്യിൽ 36.8, FIS 32.8, DIS 9.96, പബ്ലിക്കിന്റെ കയ്യിൽ 20.42. കഴിഞ്ഞൊരു വർഷമായിട്ടുള്ള കാണുന്ന ഒരു ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DIS ഹോൾഡിംഗ് അവർ 3% കുറച്ചിട്ടുണ്ട്. ആ 3% ഏകദേശം 3% പബ്ലിക്കാണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി FISന്റെ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. സെയിൽസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2020 1992 കോടിയായിരുന്നു. 2024 അവർ ടോട്ടൽ സെയിൽസ് 3070 കോടിയായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 84 കോടിയിൽ നിന്ന് 97 കോടി മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്രമേ 2024 കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷേ 21, 22, 23 ഈ 3 വർഷങ്ങളിലും കമ്പനിയുടെ പെർഫോമൻസ് മോശമായിരുന്നു. അത് കോവിഡിന് ശേഷം ഒരു 2-3 വർഷം കമ്പനിയുടെ പെർഫോമൻസ് പ്രോഫിറ്റബിലിറ്റി കാര്യമായി ബാധിച്ചിരുന്നു. പക്ഷെ അങ്ങോട്ട് EV സെഗ്മെന്റും ട്രക്ക് ക്യാബിൻ സെഗ്മെന്റും റെയിൽവേ സെഗ്മെന്റും കമ്പനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ നൽകാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതുന്നതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ സ്റ്റോക്കിൽ ചെറിയ നിക്ഷേപം 713 ആവറേജ് പ്രൈസിൽ നടത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 620, 630 റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ട്രേഡിംഗ് പിക്ക് അല്ല, ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് ഒന്നും ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കരുത്. ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.